എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അക്വാ ബൂസ്റ്ററിനെ കുറിച്ചാണ്. പേര് പോലെ തന്നെ വെള്ളത്തിൻ്റെ pH അഥവാ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ന്യൂട്രൽ ആക്കാൻ അഥവാ ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു 100% ജൈവമായിട്ടുള്ള പ്രോഡക്റ്റാണ് SPCയുടെ അക്വാ pH ബൂസ്റ്റർ. ലോകത്തിൽ ഏറ്റവും അധികം കിണറുകളുള്ള നാട് കേരളമാണ്. അറിയാമോ? അതായത് രജിസ്റ്റർ ചെയ്തത് തന്നെ ഒരു 50 ലക്ഷത്തോളം ഉണ്ടെങ്കിൽ പോലും ഒരു 70 ലക്ഷത്തിലധികം ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം നമ്മളുടെ കിണറുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, നമ്മളുടെയൊക്കെ വീടുകൾ ശ്രദ്ധിച്ചറിയാം, ഒരു വലിയ പറമ്പ് കാണും. ആ പറമ്പിൻ്റെ ഒരു മൂലയിൽ ബാത്റൂം അഥവാ കക്കൂസ് കാണും, അതിൻ്റെ സെപ്റ്റിക് ടാങ്കും കാണും, ഇപ്പുറത്ത് നമ്മളുടെ വീടും. ആ രീതിയായിരുന്നു ഈ വീടെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്. പിന്നെ നമുക്ക് അറിയാം, ഒരു മൂലയിലായിട്ടായിരിക്കും സെപ്റ്റിക് ടാങ്ക് ഉണ്ടാവുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരിക്കും കിണർ. അതായത് കിണറും ഒരു സെപ്റ്റിക് ടാങ്കും തമ്മിൽ ഏതാണ്ട് ഒരു 14 മീറ്റർ എങ്കിലും അകൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ രീതി മാറി. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് മാറി അവിടെയാണ് വീടുകൾ വെക്കുന്നത്, അല്ലേ? എങ്കിൽ പോലും നിർബന്ധമായിട്ടും ഒരു നിയമമുണ്ട്, 7 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് ഒരു സെപ്റ്റിക് ടാങ്കും അതോടൊപ്പം തന്നെ ഒരു കിണറുമായിട്ട് വേണം എന്ന് നിയമമുണ്ട്. പലപ്പോഴും ഈ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് പലരും കിണർ കുത്തുന്നതും അതുപോലെ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുന്നതും. അതുകൊണ്ട് തന്നെ വളരെ മാരകമായ ചില ബാക്ടീരിയകൾ നമ്മളുടെ സെപ്റ്റിക് ടാങ്കിലെ വെള്ളവും നമ്മുടെ വെള്ളവുമായി രണ്ടും കൂടി ചേർന്ന് നമ്മുടെ വെള്ളത്തിലേക്ക് കലരുന്നതായിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈക്കോളി ബാക്ടീരിയയാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട്, കോളിഫോം ബാക്ടീരിയാസ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഇതെല്ലാം തന്നെ മനുഷ്യ ശരീരത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. ഈ ഈക്കോളി ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ വിസർജ്യത്തിൽ നിന്ന് വരുന്ന ഒരു ബാക്ടീരിയയാണ്. ഇതിപ്പം ശരിക്കും കുളത്തിൽ പോലും ഒരുപാട് കാണുന്നതായിട്ട് നമുക്ക് അനുഭവത്തിലും ഉണ്ട്, അതോടൊപ്പം തന്നെ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നമ്മളുടെ കേരളത്തിലെ വെള്ളത്തിൻ്റെ pH നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 5-5ൽ താഴെയാണ്. ഈ 5-5ൽ താഴെയോ ഉള്ള pHൽ വളരുന്നതെല്ലാം തന്നെ ഉപദ്രവകാരികളായ ഫംഗസ്, ബാക്ടീരിയ, വൈറസ് ഇവയെല്ലാമാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ pH ബാലൻസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം pH 7 ആക്കി നിർത്തുക എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഈ ഉപദ്രവകാരികളായ ബാക്ടീരിയകളൊന്നും വളരാനുള്ളൊരു സാഹചര്യം ഇല്ലാത്ത വരുത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല ആ pH 7ൽ നമുക്ക് ഉപകാരപ്രദമായുള്ള ബാക്ടീരിയകളെല്ലാം തന്നെ വളരുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ pH ബാലൻസ് ചെയ്യണം എന്നത്. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു അളവുകോലാണ്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അയോണുകളാണ്. അതായത് അതിനകത്ത് ഒരു മീറ്ററാണ് pH വാല്യൂ. ആ മീറ്ററിനകത്ത് 0 മുതൽ 14 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ 0 മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 വരെ അസിഡിക്കാണ്. 7 അല്ല, 7 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത്. പക്ഷേ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രലാണ്. എന്നാൽ അതിനോട്ട് മുകളിലേക്ക് പോകുന്തോറും ഏത് സബ്സ്റ്റൻസും അതിൻ്റെ ക്ഷാരഗുണം കൂടിക്കൂടി വരുന്നു. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും വെള്ളത്തിൻ്റെ pH ന്യൂട്രൽ ആക്കുക എന്നുള്ള. ഈ pH ന്യൂട്രൽ ആക്കുന്നത് വഴി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധ്യമാണ്. ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഉപദ്രവകാരികളായ ഫംഗസ്, ബാക്ടീരിയ, വൈറസ് ഇതുപോലെയുള്ള എല്ലാ സൂക്ഷ്മജീവികളും വളരാനുള്ള ഒരു സാഹചര്യം നമ്മളെ അവിടെ ഇല്ലാതെയാക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ കൂടിയാണ് ഒരുപാട് രോഗങ്ങൾ വരുന്നത്, അല്ലേ? കോളറ, മഞ്ഞപ്പിത്തം ഇതുമാതിരിയുള്ള ഒരുപാട് പകർച്ചവ്യാധികൾ നമുക്ക് വരുന്നത് ഇതുപോലെയുള്ള വെള്ളത്തിൽ. അപ്പം വെള്ളം എല്ലാവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ് വെള്ളം മോശം. ആ വെള്ളം ശരിയാക്കുക, pH ബാലൻസ് ചെയ്യുക വഴി തന്നെ ഇത് ശരിയാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പല രോഗങ്ങളും നമുക്ക് ഉണ്ടാകുന്നത് വെള്ളത്തിൽ കൂടിയാണ്. കാരണം ആ വെള്ളത്തിൽ ഈ 5ൽ താഴെയുള്ള വെള്ളത്തിൽ ഒരുപാട് നമുക്ക് രോഗങ്ങൾ വരുത്തുന്ന ബാക്ടീരിയകളുണ്ട്. പ്രധാനമായിട്ട് സാൽമണല്ല, ഷിജില്ല,
നോറ ഇവയെല്ലാം ധാരാളം നമ്മളുടെ കുടിവെള്ളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരുത്തുന്നുണ്ട്. നമുക്ക് വരുത്തുന്ന രോഗങ്ങളുടെ 80% കാരണം ഈ വെള്ളം പ്രശ്നം കൊണ്ടാണ്. നമ്മളുടെ ശരീരത്തിൽ ഉള്ള 70% നമ്മുടെ ശരീരത്തിൽ വെള്ളമാണ്. ഈ വെള്ളം ശുദ്ധ വെള്ളം കഴിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം നമ്മുടെ ബോഡിക്ക് തന്നെ അസിഡിറ്റി കുറയുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഹെവി മെറ്റൽസ്, അതായത് ഈ വെള്ളം അസിഡിക് ആവുക, അതായത് pH കുറഞ്ഞ് 7ൽ നിന്ന് കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ആ വെള്ളത്തിൽ ഒരുപാട് ഹെവി മെറ്റൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് കലരും. കാരണം നമുക്കറിയാം, ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ നമുക്ക് പല ഹെവി മെറ്റൽസും അതിനകത്ത് അതിനകത്ത് ഡിസോൾവ് ആയിട്ട് കിടക്കും. അപ്പം നമ്മൾ ഈ pH 7-ലാക്കിയാൽ ഡിസോൾവ് ആകുന്നതല്ല, അടിഞ്ഞ് താഴെ കിടക്കും. അപ്പം നമുക്ക് ശുദ്ധജലം കുടിക്കാനായിട്ട് സാധിക്കും. കാരണം ഈ അടിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുടിക്കുന്ന ഓരോ വെള്ളത്തിലും ആ ഹെവി മെറ്റൽസ് ഉണ്ടാകും. അതാണ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളങ്ങൾക്ക് പ്രധാനമായിട്ട് 3 ഇഷ്യൂസ് ആണുള്ളത്. ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഇഷ്യൂ, രണ്ടാമത്തെ കെമിക്കൽ ഇഷ്യൂ, മൂന്നാമത്തത് ബയോളജിക്കൽ ഇഷ്യൂ. ഫിസിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് കാണാൻ പറ്റും. ഒരു വെള്ളം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് വരുന്ന കലക്കൽ, അതാണ് അതിൻ്റെ ഫിസിക്കൽ ഇഷ്യൂ. രണ്ടാമത്തെ കെമിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ടേസ്റ്റിലുള്ള വ്യത്യാസമാണ്. ഫോർ എക്സാമ്പിൾ ഉപ്പ് രസം, അതൊക്കെ നമുക്ക് കെമിക്കലായിട്ടുള്ള ഇഷ്യൂ ആണ്. പിന്നെ ഒന്നാമത് ബയോളജിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര നേരം പറഞ്ഞു തീർത്തത് തന്നെയാണ്. എന്താണ്? അതിനകത്ത് പലതരം സൂക്ഷ്മജീവികൾ, ഉപദ്രവകാരികളായ ഫംഗസുകൾ, ബാക്ടീരിയ, വൈറസ് ഇവയെല്ലാം വന്ന് ആ വെള്ളത്തിനെ പൊല്യൂട്ടഡ് ആക്കുന്നു. അതാണ് ബയോളജിക്കൽ. പലപ്പോഴും നമ്മളെല്ലാവരും, നമ്മളും നമ്മളുടെ പഞ്ചായത്ത് വഴിയും എല്ലാം പറയും, എന്താ ചെയ്യാൻ പറയും? വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാൻ പറയും. ക്ലോറിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശരിക്കും നമ്മളുടെ ബോഡിക്ക് നല്ലതല്ല. ഈ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലോറിൻ വെള്ളത്തിലേക്ക് കൊടുക്കുമ്പോൾ ഒരു അസിഡിക് ആയിട്ടുള്ള വെള്ളത്തിലാണ് നമ്മൾ ക്ലോറിൻ കൊടുക്കുമ്പോഴേക്ക് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരും. അതായത് ഓർഗാനിക് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈവൻ ഒരു ഇല ചീഞ്ഞ് കിടന്നാൽ മതി, അതും ഒരു ഓർഗാനിക് മാറ്ററാണ്. അങ്ങനെ കിടക്കുമ്പോൾ അത് ഈ ക്ലോറിനുമായിട്ട് പ്രവർത്തിച്ച് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും, ഡ്രൈ ഹാലോ മീഥെയിൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, ഈ ബൈ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ആ പ്രോഡക്റ്റ് നമുക്ക് ബോഡിയിൽ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനം നമ്മൾ ഈ ക്ലീൻ ആക്കുക നാച്ചുറൽ മെത്തേഡിലൂടെ. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമുക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ശരീരത്തിൽ 70% വെള്ളമാണ്. അതോടൊപ്പം തന്നെ വരുത്തുന്ന രോഗങ്ങളിൽ 90% നമുക്ക് ഈ വെള്ളത്തിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നമ്മളിപ്പം വിലയ്ക്ക് വാങ്ങുന്ന വെള്ളം പലപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് പൈസ കൊടുത്ത് ഭയങ്കരമാണെന്നും പറഞ്ഞുകൊണ്ട് വാങ്ങുന്ന വെള്ളത്തിൽ പോലും ഒരുപാട് ശരിക്കും ഈക്കോളി വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒട്ടും ശുദ്ധമല്ല, pH ബാലൻസ് അല്ല. എന്നാലും നമ്മളിപ്പോൾ pH ബാലൻസ് ചെയ്ത വെള്ളം ലുലുവിലൊക്കെ പോയി നമുക്ക് കിട്ടും. 90 രൂപയാണ് ഒരു 1/2 ലിറ്റർ വെള്ളത്തിന്. ആൽക്കലൈൻ വാട്ടർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. ഇത് നമ്മൾ അത്രയും രൂപ കൊടുത്തു വന്നു. പക്ഷേ വളരെ നിസ്സാരമായ രൂപ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചെറിയ നാച്ചുറലായിട്ടുള്ള രീതിയിൽ വളരെ ചെറിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്താ ഗുണം? നമ്മളുടെ ആരോഗ്യവും നിലനിർത്താൻ പറ്റുമെന്ന് മാത്രമല്ല, ഇത് ഉപയോഗിച്ച് നമ്മൾ ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ കൃഷിയെ മെച്ചപ്പെടുത്താൻ സാധിക്കും. കാരണം ഒരു വെള്ളത്തിൻ്റെ pH 7 ആയിരുന്നാൽ മാത്രമേ വെള്ളത്തിൽ നല്ല രീതിയിൽ മീനുകൾ വളരുകയുള്ളൂ. അതുപോലെ തന്നെ മനുഷ്യൻ്റെ കുടിക്കാനും വെള്ളത്തിൻ്റെ pH 7 ആയിരിക്കണം. അതുപോലെ തന്നെ കൃഷിയിടത്തിൽ മണ്ണിൻ്റെ pH 7 ആയിരിക്കണം. ഏറ്റവും പ്രധാനം മനുഷ്യൻ്റെ രക്തത്തിൻ്റെ pH 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.35-നും 7.45-നും ഇടയ്ക്കാണ്. കാരണം അത് അല്ല, മനുഷ്യൻ്റെ ബോഡിയിലെ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഫർ സൊല്യൂഷനാണ്. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി തന്നെ നമ്മളുടെ രക്തത്തിൻ്റെ pH-നെ 7-ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം
അതുകൊണ്ടാണ് അതിനു വേണ്ടി പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിലെ തന്നെ പാർട്സിൽ നിന്ന്, അതായത് പല്ലിൽ നിന്നോ എല്ലിൽ നിന്നോ ഒക്കെ കാൽസ്യത്തെ വലിച്ചെടുത്ത് ആ സൊല്യൂഷൻ, അതായത് നമ്മുടെ ബ്ലഡിനെ ഒരു ബഫർ സൊല്യൂഷൻ ആക്കി മെയിൻറ്റെയിൻ ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും മുട്ടുവേദന, അതോടൊപ്പം തന്നെ പല്ലിന് ക്യാവിറ്റി എല്ലാം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ശരിക്കും ഏറ്റവും പ്രധാനമായിട്ട് പി എച്ച് ബാലൻസ് ചെയ്താൽ മാത്രമേ എല്ലാ കാര്യങ്ങൾക്കും ശരിയാകുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പി എച്ച് 7 ഉള്ള, അതായത് നമ്മൾ അക്വ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച് 5 കിടക്കുന്ന പി എച്ചിനെ 7 ആക്കി ബാലൻസ് ചെയ്ത് ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കൃഷിയിടങ്ങളിലേക്ക് ഉപയോഗിച്ച്, അതായത് നമ്മൾ ഒരു ചെടി വളരെ മോശ അവസ്ഥയിൽ നോക്കുക, അതായത് അതിനകത്ത് കാൽഷ്യം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ കോശഭിത്തിക്ക് കട്ടിയില്ലാത്തൊരവസ്ഥ വരും. അപ്പം തന്നെ ഒരുപാട് കീടങ്ങൾ അതിനെ ആക്രമിക്കും. ഈ തണ്ടുതുരപ്പം പോലെയും കോശഭിത്തിക്ക് കഠിനം ഉണ്ടെങ്കിൽ മാത്രമേ ചെടി നല്ല ബലത്തിൽ വളരുകയും നല്ല റെസിസ്റ്റിംഗ് പവർ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ അക്വ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച വെള്ളം ചെടികളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ചെടികളിൽ എന്താ ഗുണം? ആ ചെടികളിലെ തണ്ടുകൾക്ക് നല്ല ബലം, അതായത് കാൽഷ്യം കിട്ടുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ അക്വ പി എച്ച് ബൂസ്റ്ററിലുള്ളത് 3 സാധനങ്ങളാണ്. അതായത് 1 കാൽഷ്യം കാർബണേറ്റ്, 2 മഗ്നീഷ്യം, 3ാമത്തത് സിലിക്ക. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞത് മഗ്നീഷ്യം കൂടി ഉണ്ട്. അപ്പോൾ മഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്ലാന്റിലും മഞ്ഞ നിറം മാറ്റി ഹരിതകം കൊടുക്കുന്ന മഗ്നീഷ്യം എന്ന ഒരു എലമെൻറ്റ്. അപ്പോൾ ഇത് നമ്മളിപ്പം അക്വ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച് വെള്ളം കൊണ്ട് നനയ്ക്കുകയാണെങ്കിൽ ചെടിക്ക് എന്ത് കിട്ടുന്നു? കാൽഷ്യവും കിട്ടുന്നു, മഗ്നീഷ്യവും കിട്ടുന്നു. അതാണ് അതിലെ ഗുണം. നമ്മളിപ്പോൾ ശരിക്കും ഇനി വളരെ മോശമായിട്ട് നിൽക്കുന്ന ചെടികളിലേക്കൊക്കെ അക്വ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിച്ച് ഇട്ട വെള്ളം ഉപയോഗിച്ചാൽ പെട്ടെന്നൊരു ചേഞ്ചസ് വരാൻ പറ്റും. മാത്രമല്ല, നമ്മളിപ്പം ഓർഗാനിക് ആണെങ്കിൽ തന്നെ പലതിനും നമ്മൾ സ്പ്രേ ചെയ്താണ് ചെടികളിൽ നനയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രോഡക്റ്റായ SPC, ഹോമിയോ അഗ്രോ കെയർ, ഇതൊക്കെ ഉപയോഗിക്കും. ഇതിനെല്ലാം pH 7 ആയ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ അക്വ പി എച്ച് ബൂസ്റ്റർ. ശരിക്കും 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് SPCയുടെ അക്വ പി എച്ച് ബൂസ്റ്റർ. ഇത് ഉപയോഗിക്കുക വഴി മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും pH ബാലൻസ് ചെയ്ത് ഹെവി മെറ്റൽസിനെ കലരുന്നതിനെ മാറ്റി വെള്ളത്തിൻ്റെ pH 7 തന്നെ, അതാ വേറൊരു ഗുണം. അതായത് 7 നിന്ന് 8 9 അങ്ങനെയൊന്നും പോകില്ല, 7 തന്നെ നിലനിർത്തും. ഇതൊക്കെയാണ് നമ്മുടെ അക്വ പി എച്ച് ബൂസ്റ്ററുള്ള ഏറ്റവും പ്രധാന ഗുണങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അസിഡിറ്റി ഉള്ള വെള്ളത്തിൽ ഒരുപാട് ഹെവി മെറ്റൽസ് ഡിസോൾവ് ആവും എന്ന് പറഞ്ഞു. ഈ ഹെവി മെറ്റൽസ് നമ്മൾ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ശരിക്കും ലെഡ് പോലെയുള്ള ഹെവി മെറ്റൽസ് നമ്മളുടെ ബോഡിയിലേക്ക് കയറിയാൽ നമ്മൾക്ക് ശരിക്കും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാവും. അതുപോലെ പലതും കിഡ്നിക്ക് പ്രശ്നങ്ങൾ വരുന്നു, അതോടൊപ്പം തന്നെ ക്യാൻസർ പോലത്തെ പല മാരക രോഗങ്ങൾ വരുന്നു. ഇതെല്ലാം നമ്മൾക്ക് ഈ ഹെവി മെറ്റൽസ് അടങ്ങിയ വെള്ളം കഴിക്കുന്നത് കൊണ്ട് വരുന്നതാണ്. ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലെഡ് ഉണ്ട്, ആഴ്സനിക് ഉണ്ട്, ക്രോമിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, അയേൺ ഉണ്ട്, അതോടൊപ്പം തന്നെ ആഴ്സനിക്, മെർക്കുറി, ഇതെല്ലാം ഹെവി മെറ്റൽസ്. ഇതെല്ലാം തന്നെ ഈ അസിഡിക് ആയിട്ടുള്ള വെള്ളത്തിൽ കലരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അക്വ പി എച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ FSSAIയുടെ, അതായത് നമുക്ക് അംഗീകാരമുള്ള ഒരു പ്രോഡക്റ്റാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അത് അംഗീകരിച്ച ഒരു പ്രോഡക്റ്റ്, അതായത് നമുക്കത് എഡിബിൾ ആണെന്നുള്ളതാണ് അത്. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ അകത്തുള്ളത് ശരിക്കും കാൽസ്യം കാർബണേറ്റും മഗ്നീഷ്യവും സിലിക്കയുമാണ്. പിന്നെ നമ്മൾ ഇതുപോലെ അസിഡിറ്റി, നമ്മളുടെ തന്നെ വയറ്റിൽ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് നമുക്ക് ശരിക്കും കുക്കുംബർ ജ്യൂസൊക്കെ കഴിച്ച് നമ്മൾ കുറയ്ക്കുന്നില്ല, അതുപോലെ തന്നെ ഒരു ചെറിയ ശതമാനത്തോളം നമ്മൾ അസിഡിറ്റി ഇല്ലാത്ത, അതായത് നമ്മൾ ന്യൂട്രലായിട്ടുള്ള വെള്ളം കഴിക്കുക വഴി നമുക്ക് നല്ല ഒരു റിലീഫ് കിട്ടുകയും ചെയ്യും. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അക്വ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഹെവി മെറ്റൽസായ അയൺ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഹെവി മെറ്റൽ, അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളുടെയൊക്കെ വെള്ളത്തിൽ. പലപ്പോഴും പലരുടെയും കംപ്ലൈൻറ്റ് പറയാറുണ്ട്, നമ്മളുടെ വെള്ളത്തിന്
ഒരു ചുമപ്പ് കളർ, അതല്ലെങ്കിൽ ഒരു പാട പോലെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു ഓയിലി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാറുണ്ട്. ശരിക്കും അത് പൊല്യൂട്ടഡ് ആണ്. അതെന്താണെന്ന് പറഞ്ഞു ഒരു അയൺ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയ ഉണ്ട്. അതായത് നമ്മളുടെ വെള്ളത്തിൽ ഹെവി മെറ്റലായി, ശരിക്കും നമ്മളുടെ വെള്ളത്തിൽ വേണ്ടത് 0.3 മാത്രമേ അയോൺ പാടുള്ളൂ. ഈ അയൺ ഒരുപാട് കൂടുതൽ നമ്മളുടെ വെള്ളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അയണിനെ കഴിക്കുന്ന ചില ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകൾ അയണിനെ ഭക്ഷിച്ചിട്ട് അതൊരു സ്രവം പുറത്തുപെടുവിക്കും. ആ സ്രവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഓയിലി ആയിട്ടിരിക്കുകയും ആ വെള്ളത്തിന് ആ ദുഷിച്ച കളർ വരികയും മണം വരികയും ചെയ്തു. ഈ മണം വരാനുള്ള കാരണം ഈ ബാക്ടീരിയകൾ അതിൻ്റെ കാലശേഷം അത് ചത്ത് ആ വെള്ളത്തിൽ തന്നെ കിടക്കും. ഈ ചത്ത ബാക്ടീരിയകൾക്കാണ് ആ മണം വരുന്നത്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും മൂലകാരണം എന്താ? pH കുറഞ്ഞ അതാണ്. അതായത് pH 5 4, ചിലയിടത്തൊക്കെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു 3 ഉള്ളൂ എന്ന്. അതുപോലെ ഏറ്റവും കുറഞ്ഞിരിക്കും തോറും അത്രയും അത് ടോക്സിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അയൺ ബാക്ടീരിയ പോലെ തന്നെ വേറൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. അതിൻ്റെ പേര് നമുക്ക് ഈ അയൺ എന്ന് പറഞ്ഞാൽ ഫെറിക്കും ഫെറസും, അതിൻ്റെ 2 ഫോമാണ്. അപ്പോൾ ഈ ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഉണ്ട് കഴിഞ്ഞാൽ വെള്ളം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കലങ്ങിയിട്ടൊന്നും കാണത്തില്ല. വെള്ളം നല്ല ക്ലിയർ ആയിട്ടിരിക്കും. പക്ഷേ അതിന് ഇരുമ്പിൻ്റെ ചൊവ മാത്രം, ചെളി ചൊവ, ഇരുമ്പ് ചൊവ മാത്രം. അതെന്തുകൊണ്ടാണ്? ഈ അയണിലെ ഫെറസ് ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഫെറിക്കുണ്ടെങ്കിൽ എന്താ? ആ വെള്ളത്തിന് കലക്കലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അയൺ ബാക്ടീരിയ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ വെള്ളം തന്നെ കലങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നം ഈ ഇതുപോലെയുള്ള ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ വെള്ളത്തിൽ അയൺ ഉള്ളതുകൊണ്ടും പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂഗർഭ ജലങ്ങളിൽ സൾഫർ ഉണ്ട്. ഈ സൾഫറിനെ നമുക്ക് ആവശ്യത്തിന് സൾഫർ വേണം. ഈ സൾഫറിനെ നശിപ്പിക്കുക, അതായത് അത് തിന്ന് വേറൊരു തരം ബാക്ടീരിയ, അതിനെ പറയുന്ന സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയാസ് എന്നാണ്. ഈ ബാക്ടീരിയകൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൾഫറിനെ ഈ ബാക്ടീരിയ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടൺ എഗ്ഗിൻ്റെ സ്മെല്ലാണ്. നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ഹൈഡ്രജൻ സൾഫൈഡ്. അതായത് ഒരു ചീഞ്ഞ മുട്ടയുടെ മണം ഉണ്ടാക്കുന്ന ഈ സൾഫറുകൾ ഹൈഡ്രജനുമായിട്ട് ചേർന്ന് ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാക്കി നമ്മുടെ വെള്ളത്തിന് ഒരു ദുഷിച്ച മണം ഉണ്ടാക്കുന്നു. അതും ഇതുപോലത്തെ പ്രശ്നങ്ങളാണ്. പിന്നെ അയൺ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഹെവി മെറ്റലാണ്. ഇത് വെള്ളത്തിൽ കലരുന്നതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടി പൊഴിച്ചിലാണ്. പലരുടെയും മുടി ഇപ്പോൾ ഒത്തിരി, ശരിക്കും ആണുങ്ങളുടെയൊക്കെ ഒത്തിരി പൊഴിഞ്ഞ് കാണുന്നുണ്ട്. ഒരു പരിധി വരെ ഇതിൻ്റെ കാരണം ഈ നമുക്ക് അയൺ കൊണ്ടുള്ള കൂടുതലുള്ള വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം സ്കിന്നിന് അലർജി, ചൊറിച്ചിൽ, അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഒരുതരം പൊറ്റ പോലെ പൊഴിഞ്ഞു പോവുക, അതുപോലത്തെയുള്ള പല പ്രശ്നങ്ങളും ഈ അയൺ അതായത് ഇരുമ്പ് വെള്ളം. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നല്ല തൂവെള്ള വസ്ത്രങ്ങളൊക്കെ അലക്കിയിട്ടാൽ പലപ്പോഴും കളറില്ല, ഒരു യെല്ലോ കളറായിട്ടിരിക്കും. അതും വലിയൊരു പ്രശ്നമാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ടൈല് അല്ലെങ്കിൽ സാനിറ്ററി ഒക്കെ ഒരു യെല്ലോ കളർ, മഞ്ഞ നിറത്തിലിരിക്കും അല്ലേ. പലരും ഓർക്കും അത് വൃത്തിയാക്കാഞ്ഞിട്ട് എന്താണെന്ന് ഓർക്കും. പക്ഷേ ഇതെല്ലാം ഈ അയൺ, അതായത് അയൺ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ടാണ്. പിന്നെ ഈ അയൺ ബാക്ടീരിയയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ അയൺ ബാക്ടീരിയകൾ വേറൊരു പരിപാടി കളിക്കും. നമ്മളിപ്പോൾ ഇപ്പം അധികം ഈ ഇരുമ്പിൻ്റെ പൈപ്പുകളില്ല. ഈ ഇരുമ്പിൻ്റെ പൈപ്പുകളിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം അവിടെ ഇവിടെ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു സെക്രീഷൻ പോലെ ഒരു എന്താ പറയുക, ഒരു സ്റ്റിക്കി പോലെ ഒരു സാധനം വന്നിങ്ങനെ പോയി. ഇത് മുഴുവൻ ഈ ബാക്ടീരിയ, അതായത് ഈ ഇരുമ്പിൻ്റെ ആ തുരുമ്പിനെ തിന്ന് അതവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നതാണ്. പലപ്പോഴും ഇപ്പോഴൊക്കെ അധികം മറ്റേ PVC ആയതുകൊണ്ട് പ്രശ്നങ്ങൾ അധികം ഇല്ല. പക്ഷേ എന്തായാലും ടാപ്പിലും അതിലും ഇതിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെല്ലാം ഈ അയൺ ബാക്ടീരിയകളുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ബാക്ടീരിയകൾ പ്രശ്നം. ഇപ്പോൾ ഇതിനെല്ലാത്തിൻ്റെയും ഇതെല്ലാം മാറ്റി വെള്ളത്തിൻ്റെ pH ബാലൻസ് ചെയ്ത് വെള്ളത്തെ തെളിഞ്ഞാക്കാനും അതുപോലെ തന്നെ ചൊവ്വ
പുളിപ്പ്, അതുപോലെ തന്നെ കലക്കല്, ഇതെല്ലാം മാറ്റാനും വളരെ നിസ്സാരമായ തുക കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് SPCയുടെ അക്വ PH ബൂസ്റ്റർ. മാത്രവുമല്ല, ഇത് ഞാൻ മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ മൃഗങ്ങൾക്ക്. ഇപ്പം നമുക്ക് പശുക്കൾക്കൊക്കെ ആണെങ്കിൽ ഒരു പ്രഗ്നൻസി ടൈമിൽ ഒരു പ്രശ്നമുണ്ട്, അതുങ്ങൾ വീണ് പോകുന്നു. അതുങ്ങളുടെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് അത് താഴോട്ട് വീണു പോകുന്ന പ്രശ്നങ്ങൾ വരാണ്. അത് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് അക്വ PH ബൂസ്റ്റർ ഉപയോഗിച്ച വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കാട, കോഴി, താറാവ് അതിനൊക്കെ മുട്ടയിടുമ്പോഴത്തേക്കും തൊലിക്ക് കട്ടിയില്ലാതെ തോടറയ്ക്കാത്ത മുട്ട വരുന്നുണ്ട്. അതെല്ലാം കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അത് എല്ലാം ഒരു പരിധി വരെ മാറ്റാനായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഈ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ അക്വ PH ബൂസ്റ്റർ ഉപയോഗിച്ച് വെള്ളം കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ കാൽമുട്ടിനും പല്ലിനും അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിക്കും എല്ലാം സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ വെള്ളം. അതായത് അക്വ PH ബൂസ്റ്റർ ഉപയോഗിച്ച് വെള്ളം pH ബാലൻസ് ആക്കിയ വെള്ളം ഉപയോഗിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് അക്വ PH ബൂസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോളൂ. പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രം ചോദിക്കുക. എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും? കാരണം വെച്ചാൽ നമുക്കിപ്പോൾ 1 കിലോന്റെ പാക്കാണ് വരുന്നത്, അല്ലെങ്കിൽ 2 കിലോ പാക്ക്. അത് എത്രമാത്രം ക്വാണ്ടിറ്റി വെള്ളത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റും? അത് എത്ര കാലം ആ വെള്ളം നമുക്ക് ഇതിനകത്ത് അതിന്റെ pH മെയിൻ്റെനൻസ് ആയി കിട്ടും? അതായത് നമ്മളിത് എത്ര എമൗണ്ട് ഉപയോഗിക്കുന്നോ അത്രയും കാലം നീണ്ടു കിട്ടും. നമ്മളിപ്പം വലിയ കിണറ്റിൽ കൊണ്ട് 1 കിലോയൊന്നും ഇട്ടിട്ട് കാര്യമില്ല. കാരണം അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇട്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നല്ല ഒരു കിണറ്റിലേക്ക് നല്ല ഒരു ശരിക്കും പറഞ്ഞാൽ 1000 ലിറ്ററിലേക്ക് 1 കിലോ എന്നുള്ള ഒരു പ്രൊപ്പോർഷനിൽ നമുക്കിത് ഉപയോഗിക്കാം. ഈ 1000 ലിറ്ററിന് 1 കിലോ ഇട്ട് കഴിഞ്ഞാൽ ഈ 1 കിലോ മൊത്തമായിട്ട് ആ വെള്ളത്തിൽ അരിഞ്ഞു പോവോ? ഇല്ല, പോവില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ളത് മാഗ്നീഷ്യം, കാൽഷ്യം കാർബണേറ്റ്, സിലിക്ക. ഇതിനകത്ത് ഈ സിലിക്ക എന്ന് പറയുന്ന സാധനം വെള്ളത്തിൽ അലിയുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. മനസ്സിലായോ? അത് സിലിക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും മണ്ണാണ്. അത് അതിനകത്ത് തന്നെ ഇരിക്കും. ഇതിനകത്തുള്ള മറ്റ് സാധനങ്ങളാണ് അലിഞ്ഞു പോകുന്നത്. അല്ലാതെ ഇത് മുഴുവൻ അലിഞ്ഞു തീർന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കിയിട്ട് തീർന്നില്ല ഇനിയും കിട്ടും എന്നുള്ളതല്ല. അതിനകത്തുള്ള മറ്റ് സാധനങ്ങൾ പോയി അത് വെള്ളം ശരിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കാം, അപ്പോൾ നമ്മളുടെ ഹാർട്ടിനൊക്കെ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് സിലിക്ക. സിലിക്ക എന്ന് പറഞ്ഞാൽ സിലിക്കൻ കുറേ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ടാങ്കിനകത്തിട്ട് അതിന്റെ ടാങ്കിലിട്ടിട്ട് എനിക്ക് വെള്ളത്തിന്റെ റിസൾട്ട് ഞാൻ ഗവൺമെന്റ് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതാണ്. എനിക്കത് ഇടുന്നതിന് മുന്നേ ഇട്ടിട്ട് നോക്കിയിട്ടുണ്ട്. എനിക്ക് ടെസ്റ്റ് റിസൾട്ട് ഓക്കെയാണ്, വന്നിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഒരു പ്രശ്നം വന്നു. ശരിക്കും ഈ സഞ്ചി ഒരു ബക്കറ്റിൽ ഇറക്കിയിട്ട് ബക്കറ്റാണ് ഇപ്പൊ കെട്ടിയിട്ടാക്കണത്. അപ്പൊ ബക്കറ്റിൽ വീണോളൂ. സഞ്ചി ബക്കറ്റിനകത്തേക്ക് ഇറക്കിയിട്ട് ബക്കറ്റ് ഇങ്ങനെ കെട്ടി വെള്ളത്തിനകത്ത് വെച്ചേക്കാണ്. അതൊരു നല്ല മെത്തേഡായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അത് നല്ലതായിട്ടുണ്ട്. അപ്പൊ ആ ബക്കറ്റിൽ നിന്ന് ഏതായാലും ഇതിങ്ങനെ മുകളിലോട്ട് പോകൂല. കാരണം എപ്പോഴും അത് താഴെ ഇങ്ങനെ നിക്കത്തേ ഉള്ളൂ. വെയിറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് അത് അതിലിരുന്നു. ടാങ്കിന്റെ അടിയിലാണ് ബക്കറ്റ് ഇരിക്കുന്നത്. സഞ്ചി വെച്ചിരിക്കുന്നത്. മാഡം, ഈ ടാങ്കില് ഒരു നിശ്ചിത അളവ് വെള്ളം വേണമെന്ന് നിർബന്ധമുണ്ടോ? അതുകൊണ്ടാവും പിന്നെ അങ്ങനെ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അതായത് ഈ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ ടാങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ വെള്ളം ഇന്നിപ്പം ഇത് വെള്ളത്തിൽ കടക്കണം. അതാണ് ഈ സാധനം വെള്ളത്തിൽ ഡിപ്പായിട്ട് കുറച്ച് നാൾ കടന്നാലേ അതിൽ നിന്ന് റിലീസായിട്ട് നമുക്ക് pH ബാലൻസ് ആവുള്ളൂ. അതൊന്നും നിങ്ങളൊന്ന് തിങ്ക് ചെയ്തുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പലരും അത് കൊണ്ട് നമ്മൾ ടാങ്കിലെ പ്രശ്നം അതാ. ടാങ്കിൽ നമ്മൾ വെള്ളം ഒരിക്കലും തീരാൻ പാടില്ല. എപ്പോഴും നിറഞ്ഞിരിക്കുക. എടുക്കുമ്പോൾ അപ്പം തന്നെ നിറച്ചിടുക. ഞാൻ പറഞ്ഞ മനസ്സിലായി? സൈഡ് എഫക്ട്സോ ഒന്നുമില്ലാത്ത, ഇന്ന് വരെ ആരും കണ്ട് മനസ്സിലാക്കാത്ത ഒരു പ്രോഡക്റ്റാണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡർ ആലം ഇട്ട് ചിലര് വെള്ളം ക്ലീൻ ആക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇത് വെള്ളം ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് അടിയാതിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എടുത്ത് ഉപയോഗിച്ചെന്ന് ഓർത്തോ, അത് നമ്മുടെ ബോഡിയിൽ വന്നിട്ട് പ്രവർത്തിക്കും. ബോഡിയിൽ ഇങ്ങനെ അടിഞ്ഞ് നമുക്ക് അൽഷിമേഴ്സ്, അതായത് ഓർമ്മക്കുറവ് എന്നൊരു രോഗം വരുന്നു. ഇതൊക്കെ സയൻറ്റിഫിക്കായിട്ട് കണ്ടുപിടിച്ച്, ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും സയൻറ്റിഫിക്കായിട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഞാനല്ലാതെ ഇതൊന്നും ഞാൻ ഉണ്ടാക്കുന്ന ഒന്നുമല്ല, കൃത്യമായ അറിവോട് കൂടിയാണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാം ഞാൻ പറയുന്നത്. മാഡം അതായത് ആലം നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ അടിയാതിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ആ വെള്ളം ഉപയോഗിച്ചാൽ നമ്മുടെ ബോഡിയിൽ വന്നിട്ട് അത് അടിയും. അങ്ങനെ അടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ഓർമ്മക്കുറവ്, അൽഷിമേഴ്സ്, അതായത് ഒരു പണ്ടൊക്കെ നമ്മൾ കിണർ തേക്കുമ്പോ തന്നെ ആലം വാങ്ങിച്ചിടുമല്ലോ. അപ്പൊ അത് അടിയാതിരിക്കുന്ന സാഹചര്യം എന്തുവാ? അടിയാതിരിക്കുന്ന സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് ഇത് പ്രശ്നമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മാഡം അതായത് ഇപ്പൊ ഈ പ്രൊഡക്റ്റ് ഒരു പുതിയതാണല്ലോ. ഈ പുതിയ പ്രൊഡക്റ്റിന്റെ ബാക്കി ഇതിനിപ്പോ ഇത് ഇത്ര കാലം ഉപയോഗിച്ചിട്ട് അതിന്റെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. പുതിയൊരു പ്രൊഡക്റ്റ് ആണല്ലോ. ഓക്കെ സാറിന് അതും നമ്മൾ നമുക്കൊരു FSSAIയുടെ, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഡക്റ്റിന്റെ നമുക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് നമുക്ക് അവർക്ക് കൊടുത്തിട്ട് കുറേ കാലങ്ങളായി അവരത് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്ത് മാസങ്ങളോളം ടെസ്റ്റ് ചെയ്തിട്ടേ നമുക്ക് അതിൻ്റെ റിസൾട്ടും അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടുള്ളൂ. അതോർത്ത് സാർ ഒരിക്കലും ടെൻഷൻ എടുക്കണ്ട. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഇത് നമ്മൾ pH ബൂസ്റ്റർ ഇടുമ്പോൾ ഈ ഹെവി മെറ്റൽസ് എവിടെ പോകുന്നു? അത് താന്നു പോകും. കിണറ്റിലൊക്കെ ആണെങ്കിലും ഏറ്റവും ഇവോപ്പറേറ്റ് ചെയ്ത് പോകുമൊന്നും അല്ല ചെയ്യുന്നത്. അത് ആ കലക്കൽ, അപ്പം ഞാൻ പറഞ്ഞല്ലോ കലക്കലാണല്ലോ, അതെ അത് താഴുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കലക്കലൊന്നും ഇവോപ്പറേറ്റ് ചെയ്ത് അത് കാണാതെ പോകുമൊന്നും അല്ല. അതെല്ലാം തെളിഞ്ഞ് വരും. ഇപ്പം കിണറ്റിലൊക്കെ ഇടുമ്പോൾ അത് താഴോട്ട് അതുകൊണ്ട് നമ്മൾ കിണറ്റിലൊക്കെ ഇടുമ്പോൾ പിന്നെ കുത്തിയിളക്കി താഴത്തത് പൊക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയാണ് ഈ കലക്കലൊക്കെ തെളിയുന്നത്. മറ്റേത് 2 തരമുണ്ട് സാറേ. നമ്മളിപ്പം ഈ അസിഡിക് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് ഇത് ഇടുമ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ നാരങ്ങ നീര് ഒരു ഇതിനകത്തേക്ക് ഇട്ട് നോക്കിയോ, മുട്ടത്തോടിലേക്ക് ഇട്ട് നോക്കിയോ സാർ കാണുമ്പോൾ അതെന്താ കുഴപ്പം? അത് പെട്ടെന്ന് അതങ്ങോട്ട് ഡിസോൾവ്, അതങ്ങോട്ട് ഇതായി വരും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എന്തെങ്കിലും ഇടുമ്പോൾ അതങ്ങോട്ട് കലങ്ങി നമുക്ക് കാണാനൊന്നും പറ്റൂല, ഡിസോൾവ് ആയിട്ട്. പക്ഷേ നമ്മൾ ഇത് ഇടുമ്പോഴത്തേക്കും അത് പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയും. അതായത് ഇങ്ങനെ അത് ഇതായിട്ട് ഓരോ കഷ്ണം പോലെ വന്ന് അത് താഴോട്ടടിയും. ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ നഷ്ടം ചോദിച്ചതിന് ശേഷം അടുത്താക്ക് അവസരം കൊടുക്കും കേട്ടോ. ആലം എന്ന് പറയുന്നത് ഈ അലുമിനിയം സംയുക്തമാണല്ലോ. അപ്പോ ഈ പിന്നെ ആലം എന്ന് പറയുന്നത് ഈ അലുമിനിയം സംയുക്തം നമ്മുടെ ശരീരത്തിന് അത്ര നല്ല. ഇപ്പൊ അലുമിനിയം പാത്രങ്ങളിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ആലം മോശമാണ്. ആലം ഇടാൻ പാടില്ല എന്നാ ഞാൻ ഈ പറയണത്. ആലം തെറ്റായ ഒരു ആലം നമ്മള് ചിലരൊക്കെ ഈ വിയർപ്പ് മണം മാറാനൊക്കെ ആലത്തിന്റെ എന്താ പറയാ ഒരു ക്യൂബ് ഇങ്ങനെ, ഇതൊക്കെ ഭയങ്കര അപകട. ഞാൻ പറഞ്ഞത് ഈ ക്ലോറിനും മോശം, ആലവും മോശം. അതെ, മാഡം പറഞ്ഞത് കറക്റ്റാണെന്നാ ഞാൻ പറഞ്ഞത്. അത് കറക്റ്റാണ്. അതുകൊണ്ട് ഈ അലുമിനിയം പാത്രങ്ങളില് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത് മോശമാണെന്നാ പറയുന്നത്. അതായത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, എന്നാലും ജസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നുകൊണ്ടൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ സ്ഥിരമായിട്ട് ഈ കുക്കറുണ്ടല്ലോ, കുക്കർ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ഇന്ന് ചെന്ന് നോക്കണം, ഈ കുക്കറിൻ്റെ അടിഭാഗത്ത് അതേ മുഴുവൻ ചെറിയ ഹോൾസ് ഉണ്ടാവും. ഈ ഹോൾസ് മുഴുവനും ആക്ച്വലി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഡിസോൾവ് ആയിട്ട് അലൂമിനിയം പാർട്ടിക്കിൾസാണ്. ഇത് മുഴുവൻ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതൊരു കാര്യം മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരുത്തുന്നുണ്ട്. ശരിക്കും അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ അലൂമിനിയം ചീനച്ചട്ടികളുണ്ട്, ഇങ്ങനെ ഇൻഡാലിയോ എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ നിങ്ങൾ വീട്ടിൽ നോക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഈ സ്ക്രബ്ബർ ഉണ്ടല്ലോ, ഈ എന്താ പറയുക സ്റ്റീലിൻ്റെ, ഈ പണ്ടത്തെ ആളുകളും ഇപ്പോഴത്തെ ആളുകളും ഒക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ
തേച്ച് അതിൽ നിന്ന് അതിൻ്റെ ഓക്സിജൻ, അതായത് എല്ലാ സാധനത്തിൻ്റെയും ഓക്സൈഡുകളാണ് അതിൻ്റെ പുറമേ ഉണ്ടാവുന്നത്. മനസ്സിലായോ? എന്താ പറയുക, ആ കളറ് ഇപ്പോൾ കറുത്ത കളർ പോലെയൊക്കെ വരുന്നത്. ഇവർ ഇത് ചാരും അതും ഇട്ട് അതിൻ്റെ ഓക്സൈഡിനെ മാറ്റും. പിന്നെ എന്നാ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനകത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കും. പുളിയുള്ള സാധനം എല്ലാം ഉണ്ട്. അതിൻ്റെ അതും ഇതുമായിട്ട് ഓക്സൈഡ് മാറിയേ ഇരിക്കുന്നത്. ഓക്സൈഡാണെങ്കിൽ പിന്നെ അധികം ഉപയോഗം അതങ്ങനെ പ്രവർത്തിക്കാതെ ഇതുമായിട്ട് പ്രവർത്തിച്ച് അതിൻ്റെ കോമ്പൗണ്ടായിട്ട് നമ്മുടെ ബോഡിയിലെത്തും. മാഡം ഒരു സംശയം കൂടി. അത് നമ്മളിപ്പോ ഈ ഒരു കൊല്ലത്തേക്ക് ഇങ്ങനെ പറഞ്ഞുവല്ലോ 10 കിലോ ഇടാന്ന്. ഈ 10 കിലോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിയുമ്പോ ഇത് പഴയ പോലെ pH കുറഞ്ഞു വരും, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, നമുക്ക് അതിൻ്റെ എഫക്റ്റ് തീർന്നാൽ കഴിഞ്ഞു, പിന്നെ നമ്മൾ ഇടണം. നമ്മൾ കൃഷിയിടങ്ങളിലും അങ്ങനെ തന്നെയല്ലേ. എന്നാൽ നമുക്കിന്ന് നിർത്താം. ഇത്രയും സംശയമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് മീറ്റിംഗിന്റെ ടൈം കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും.